ആരാധനാലയങ്ങളെ ലക്ഷ്യമിട്ട് എത്രയെത്ര സ്ഫോടനങ്ങൾ നടന്നിരിക്കുന്നു, എത്രയെത്ര ചാവേറാക്രമണങ്ങൾ നടന്നിരിക്കുന്നു. അതെല്ലാം ഏതെങ്കിലും ഒരു മതത്തെ മാത്രം ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു. പക്ഷേ അന്നൊന്നും ആൾക്കൂട്ടത്തിൽ നിന്നും മതം ചോദിച്ച് മാറ്റി നിർത്തി കൊല്ലുന്ന ക്രൂരത ഉണ്ടായിട്ടില്ല. ചാവേറുകളുടെയും ബോംബുകളുടെയും പരിധിയിൽ വരുന്നവരെല്ലാം കൊല്ലപ്പെടുകയായിരുന്നു. ഇതുപോലെ ഒരു ആക്രമണം മുൻപ് നടന്നത് ഹിറ്റ്ലറുടെ ജർമ്മനിയിലാണ്. ജൂതനെ പിടിച്ചു മാറ്റി നിർത്തി വെട്ടി വീഴ്ത്തിയിരുന്ന ആക്രമണ പരമ്പര. ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കും അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട്. ഒരു വലിയ ആൾക്കൂട്ടത്തിന് നടുക്ക് ഒറ്റപ്പെട്ടു പോകുന്നവരെ അടിച്ചു കൊല്ലുകയാണ് ചെയ്തിരുന്നത്. അത് പലപ്പോഴും പശുക്കടത്ത് പോലുള്ള കുറ്റം ആരോപിച്ചാണ് ചെയ്തിരുന്നത്. ഇവിടെ ആരോപിക്കാൻ ഒരു കുറ്റം പോലുമില്ല. ജനിച്ച മതം വേറെയായി എന്നല്ലാതെ മറ്റൊരു മാറ്റവും മരിച്ചവർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ഏതെങ്കിലും മതപരമായ കൂട്ടായ്മയ്ക്ക് എത്തിയവരോ അതല്ലെങ്കിൽ മതാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി വന്നവരോ ഒന്നുമായിരുന്നില്ല. ഏറ്റവും മതേതരമായ യാത്രയ്ക്ക് വന്നവരാണ്. എല്ലാവരും വിനോദസഞ്ചാരികളായിരുന്നു. ഇങ്ങനെ ഒരു കൊലപാതകത്തിന് കാരണമായ മാനസികാവസ്ഥ എങ്ങനെയുണ്ടാകുന്നു?